എന്റെ പ്രവചനം ഫലിച്ചിരിക്കുന്നു. ബാഴ്സയെ തോപ്പിച്ച് അത്ലറ്റിക്കോ അങ്ങനെ UCL സെമി ഫൈനലിൽ യോഗ്യത നേടിയിരിക്കുന്നു. ഇനി എന്റെ പ്രവചനം ഒന്ന് കേട്ട് നോക്കിയാലോ. യെസ്, ബാഴ്സലോണ തിരിച്ച് ഗോളുകൾ അടിക്കും. പക്ഷേ അതിന്റെ ഇടയ്ക്കൂടെ ഗോളുകൾ അടിക്കാൻ ബാഴ്സലോണ ശ്രമിക്കാൻ ഇടയ്ക്കൂടെ ഏതെങ്കിലും ഒരു ബ്രേക്ക് കിട്ടിയാൽ 5 ബ്രേക്ക് കിട്ടുമായിരിക്കും. അതിനകത്ത് ഒരെണ്ണം ആരെങ്കിലും ഗോളാക്കും അത്ലറ്റിക്കോ. അങ്ങനെ 3-2 എന്ന അഗ്രഗേറ്റ് സ്കോറിൽ ബാഴ്സയെ പൊട്ടിച്ചുകൊണ്ട് അത്ലറ്റിക്കോ സെമിയിലേക്ക് കടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യം അതുപോലെ തന്നെ സംഭവിച്ചു. എന്തായിരുന്നു മാച്ച്! കളിയുടെ ആദ്യ മിനിറ്റ് മുതൽ അവസാന നിമിഷം വരെ ആവേശം മല തള്ളി നിന്ന മത്സരമാണ്. പക്ഷേ കളിയുടെ 4-ാം മിനിറ്റ് തന്നെ ലമീൻ യമാലിലൂടെ അത്ലറ്റിക്കോയ്ക്കെതിരെ ബാഴ്സലോണയ്ക്ക് ഒരു ഗോൾ ലീഡാണ്. അങ്ങനെ റെമോണ്ടാഡയ്ക്ക് സ്റ്റാർട്ട് തുടക്കം കുറിച്ചു എന്ന് എല്ലാവർക്കും തോന്നിപ്പിച്ചൊരു നിമിഷമായിരുന്നു ലമീൻ യമാലിന്റെ 4-ാം മിനിറ്റിലെ ആ ഗോൾ. പക്ഷേ അതൊരു ബ്ലണ്ടർ ആയിരുന്നു. അത്ലറ്റിക്കോ ഡിഫൻഡേഴ്സിന്റെ വലിയൊരു മിസ്റ്റേക്കിലൂടെയാണ് ആ ഗോൾ അങ്ങനെ നേടുന്നത്. അങ്ങനെ അഗ്രഗേറ്റ് സ്കോർ 2-1 നിലയിലായി. എന്നാൽ അധികം താമസിക്കാതെ തന്നെ അടുത്ത ഗോളും വന്നു. ബാഴ്സ വീണ്ടും ഒരു ഗോൾ അടിക്കുകയാണ്. അങ്ങനെ അഗ്രഗേറ്റ് സ്കോർ 2-2. ഫെറാൻ ടോറസിലൂടെയാണ് ഇത്തവണ ഗോൾ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ കഷ്ടപ്പെട്ട് ബാഴ്സയിൽ ന്യൂ ക്യാമ്പിൽ പോയിട്ട് അടിച്ചെടുത്ത 2 ലീഡൊക്കെ വെറും 24 മിനിറ്റിൽ വൈപ്പ് ഔട്ട് ചെയ്യുന്ന ദയനീയമായ അത്ലറ്റിക്കോ ആരാധകരുടെ ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മളവിടെ കണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇത് പഴയ അത്ലറ്റിക്കോ മാഡ്രിഡ് അല്ല. പണ്ട് അടിയെല്ലാം വാങ്ങിച്ച് ഫുൾ ഡിഫൻസിൽ പോയിട്ട് കിടന്ന് കളി എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ നോക്കുന്ന അത്ലറ്റി മാത്രമല്ല, യെസ്, സമയം കിട്ടുമ്പോൾ അറ്റാക്ക് ചെയ്യാനും ആ അറ്റാക്കിനെ കൺവേർട്ട് ചെയ്ത് ഗോളാക്കാനും കഴിവുള്ള പ്ലേയേഴ്സുമുള്ള പുതിയ അത്ലറ്റിക്കോ മാഡ്രിഡാണ്. അത് തന്നെ സംഭവിച്ചു. 27-ാമത്തെ മിനിറ്റിൽ ലൊറന്റയുടെ ഒരു കിടിലൻ ക്രോസ് മെറ്റ് ചെയ്യുന്നത് ലുക്മാനാണ്. ലുക്മാന്റെ കിടിലൻ ഫിനിഷിങ്. ലുക്മാന്റെ കാര്യം പറയാൻ വയ്യ, ഭയങ്കര ഡിഫറൻസ് ആണ് ലുക്മാൻ ആ ലെഫ്റ്റ് വിങ്ങിൽ ചെയ്യുന്നത്. ഒരുപാട് ത്രെറ്റനിങ് ആയിട്ടുള്ള കളി കൂടുതലും ലെഫ്റ്റ് വിങ്ങിലൂടെ ലുക്മാന്റെ വഴിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അത്ലറ്റിക്കോ ആ 2-2 എന്ന അഗ്രഗേറ്റ് സ്കോറിൽ നിന്നും 3-2 എന്ന ലീഡിലേക്ക് പോവുകയാണ്. പിന്നീട് ഒരുപാട് അവസരങ്ങൾ ബാഴ്സയ്ക്കും അത്ലറ്റിക്കോയ്ക്കും മാറി ലഭിച്ചെങ്കിലും പിന്നീട് ഗോളുകൾ ഒന്നും പിറന്നില്ല. ആ 27 മിനിറ്റ് കളി അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ 2017 ശേഷം ഡിയേഗോ സിമിയോണിയും അത്ലറ്റിക്കോയും UCL ക്വാർട്ടർ കഴിഞ്ഞ് സെമിയിലേക്ക് പോവുകയാണ്. ഈ അവസരത്തിൽ യെസ്, ഒബിയസ്ലി അത്ലറ്റിക്കോ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഈ സെമി ഉറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മറു സൈഡിൽ ബാഴ്സലോണയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഒരു റെമോണ്ടാഡ ചെയ്യാൻ അവർ മാക്സിമം ശ്രമിച്ചു. ഒരു ബിലീവ് ക്യാമ്പയിൻ വരെ അവിടെ നടത്തി. എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ച് നിന്ന് ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചു യെസ്, ഒരു കംബാക്ക് നമുക്ക് കാണാം. പക്ഷേ ആ സമയത്താണ് ഇരുട്ടടി പോലെ ലുക്മാൻ ഗോൾ അടിക്കുന്നതും അത്ലറ്റിക്കോ ജയിക്കുന്നതും. ലമീൻ യമാലൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു. ടൈറ്റ് സ്ഥലത്തൊക്കെ അടിപൊളിയായിട്ട് ബോൾ കൺട്രോളിങ് കാര്യങ്ങളും ഒരുപാട് ചാൻസുകൾ, മികച്ച ക്രോസുകൾ, പാസുകളൊക്കെ ലമീൻ്റെ കണ്ടു. സോളോ അറ്റംപ്റ്റുകൾ കണ്ടു. ഫസ്റ്റ് ഗോൾ വന്നതുപോലെ ലമീൻ്റെ ഭാഗത്തു നിന്നാണ്. സോ മാക്സിമം അവർ ശ്രമിച്ചെങ്കിലും ലമീൻ യമാൽ റൊണാൾഡോ അല്ലല്ലോ ഒരു കംബാക്ക് ഒക്കെ അടിച്ച് അത്ലറ്റിക്കോ ജയിക്കാനായിട്ട്. അത്ലറ്റിക്കോ ഇത്തവണ UCL കപ്പ് എടുക്കുമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അത് കാലത്തിൻ്റെ ഒരു നീതിയായിട്ട് മാറണം. കാരണം എത്ര വർഷം കൊണ്ട് ഈ UCL കിരീടത്തിന് പിറകെ സിമിയോണിയും അത്ലറ്റിക്കോ നടക്കുന്നു. എത്ര അവസരങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷമായിരിക്കണം. കാരണം ഈ വർഷത്തിൽ സംഭവിക്കാൻ വേറെ ഒന്നും ഇല്ല, യുദ്ധം വരെ സംഭവിച്ചിരിക്കുന്നു. സോ UCL കിരീടം കൂടെ അത്ലറ്റിക്കോക്ക് ഈ വർഷം പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ റിയൽ ആരാധകനാണ്, പക്ഷേ അത്ലറ്റിക്കോ അത്രത്തോളം കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നു. അവർ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കളിക്കുന്നത്. അച്ഛനും മോനും കൂടെ, ഡിയേഗോ സിമിയോണിയുടെ മോനും ഒക്കെ ഒരുമിച്ച് വന്നിന്ന് കുടുംബമായി വന്നിന്ന് ഒരു കപ്പടിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ച. സോ ഈ വർഷം കാലത്തിന്റെ നീതി അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീതി അതായിരിക്കണം. കാരണം